ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ. ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ തഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദ്വേഷകാരിണി. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമഃ ആചാര്യപാദായ ഋതായ കൃപാപ്രദായിനി ഗൗരകഥാനാമദായ നഗരഗ്രാമകാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्ण. സോ വളരെ സോറി, ലാസ്റ്റ് ക്ലാസ് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് അതിനു വേണ്ടി സോറി. ആൻഡ് ഇന്ന് നാളെ എന്താ ഒരു സ്പെഷ്യൽ ഡേ ആർക്കെങ്കിലും അറിയാമോ? ചതുർദശി. യെസ്. സോ നാളെ വലിയ ദിവസമാണ്. മായാപൂരിൽ ഓൾറെഡി പ്രോഗ്രാം ഒക്കെ തുടങ്ങി. ഒരു ലാസ്റ്റ് 3 days ആയിട്ട് ദിവസവും രാവിലെ യജ്ഞം, പിന്നെ ദർശനാർത്ഥി, ഭാഗവത ക്ലാസ്സിൽ ഇപ്പോ നരസിംഹദേവന്റെ കഥ ആണ് പോകുന്നത്. നരസിംഹദേവും പ്രഹ്ലാദ് മഹാരാജന്റെ ചരിതം. പിന്നെ ഈവനിങ് പ്രൊസഷൻ, അതായത് ഭഗവാൻ പുറപ്പാട് വരുന്നുണ്ട്, ലക്ഷ്മി നരസിംഹദേവ് ഭഗവാൻ. സോ അങ്ങനെ ദിവസവും പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് നരസിംഹദേവിന്റെ ആദിവാസ് ഉത്സവ് ചെയ്യും. അതായത് നാളെ നരസിംഹ ജയന്തി ആണെങ്കിൽ ഇന്ന് അതിന്റെ ഒരു ദിവസം മുൻപ് അതിനു വേണ്ടി നമ്മുടെ മൈൻഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഭഗവാന് ഒരു ഫെസ്റ്റിവൽ വെക്കും. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഒരു 7 മണിക്ക് ആദിവാസ് സെറിമണി. പിന്നെ നാളെയാണ് നരസിംഹദേവിന്റെ ദർശനവും അഭിഷേകം. നാളെ ഫ്രം 4:30 ഓൺവേർഡ്സ് തുടങ്ങും. 4:30 മണിക്ക് തുടങ്ങും ഈവനിങ് നരസിംഹ അഭിഷേകം മായാപുരത്ത്. എല്ലാവർക്കും ലൈവ് കാണാം. അത് പോവും 8 മണി വരെ അഭിഷേകം പോകും. സോ അങ്ങനെയാണ് ഇപ്പൊ മായാപൂരിലെ വെരി സ്പെഷ്യൽ ഫെസ്റ്റിവൽ. ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗദാധർ പണ്ഡിത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലേ? എന്ത് കഥയാണ് ഡിസ്കസ് ചെയ്തത്? ഓക്കെ. ഗദാധർ പണ്ഡിത്തിന്റെ ഗുരു ആരാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ചെറിയ റീക്യാപ്പ് എന്നിട്ട് നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പോവാം. ഗദാധർ പണ്ഡിത്തിന്റെ ഗുരു ആരാണ്? ഓർമ്മയുണ്ടോ? വിദ്യാനിധി. ഏത് വിദ്യാനിധി? പുണ്ടരീക വിദ്യാനിധി. വെരി നൈസ്, താങ്ക് യു. പിന്നെ നമ്മുടെ ഗദാധർ പണ്ഡിറ്റ്, അദ്ദേഹം സേവിച്ച വിഗ്രഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡെയിറ്റീസ്? ഗോപിനാഥ്. അതെ, ശ്രീ രാധാ ഗോപിനാഥ്, രാധാറാണി ലളിത സമേത ശ്രീ ഗോപിനാഥ് ജി. ഇന്നും നമുക്ക് പൂരിയിൽ പോയാൽ ടോട്ട ഗോപിനാഥിന്റെ ദർശനം എടുക്കാം. പിന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഗദാധര പണ്ഡിത്തും എപ്പോഴും ശ്രീമദ് ഭാഗവതം വായിക്കായിരുന്നു. അപ്പൊ അതിലെ ശ്രീമദ് ഭാഗവതന്റെ ഡിഫറെന്റ് സ്റ്റോറീസില് ഏറ്റവും അധികം വായിച്ച കഥ ഏത് കഥയാണ്? പ്രഹ്ലാദിന്റെ കഥയാണ്. മഹാരാജൻ പ്രഹ്ലാദ് കഥ. ഓക്കെ. സോ അപ്പോ ഗദാധർ പണ്ഡിറ്റ് ശ്രീ ചൈതന്യ മഹാപ്രഭുയുടെ ഒരു നിത്യ പാർഷദ്, എപ്പോഴും മഹാപ്രഭുയുടെ കൂടെ ഉണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത.
മഹാപ്രഭു ജനിച്ചപ്പോൾ മഹാപ്രഭുയുടെ കൂടെ ചെറുപ്രായം തൊട്ട് പൂരി സന്യാസം എടുത്ത് പൂരിയിൽ താമസിച്ച് അവിടെയും മഹാപ്രഭു അദ്ദേഹത്തിന്റെ ഈ ഭൗതിക ലോകത്തിൽ ലീല തീർക്കുന്നത് വരെ ഗദാധർ പണ്ഡിറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഗദാധർ പണ്ഡിറ്റ് മഹാപ്രഭുയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ ലീലകളും കണ്ടു, എല്ലാ ലീലകളും അദ്ദേഹവും ഉണ്ട്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഏത് ആചാര്യനെ കുറിച്ച് കേൾക്കാം? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചതത്വനെ കുറിച്ചാണ്. സോ ചൈതന്യ മഹാപ്രഭു പിന്നെ ഗദാധർ പണ്ഡിതിനെ കുറിച്ച് കേട്ടു. ശ്രീവാസ് താക്കൂറും നമ്മൾ കേട്ടതാണ്. ശ്രീവാസ് താക്കൂർ ശ്രീനിവാസ് ആചാര്യ എന്ന് പറയുന്നത് വളരെ ലേറ്റർ പിന്നീട് വന്ന ഒരു ആചാര്യന്റെ പേരാണ് ശ്രീനിവാസ് ആചാര്യ. മഹാപ്രഭു കൂടെ ആ സമയത്ത് ഉള്ളത് ശ്രീവാസ് ഠാക്കൂർ. ഓക്കെ, ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ച് കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ശ്രീവാസ് ഗദാധർ, സോ നമ്മുടെ പഞ്ചതത്വ ഫോട്ടോ കണ്ടാൽ നമുക്ക് കാണുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ റൈറ്റിലുള്ളതാണ് ഗദാധർ പണ്ഡിറ്റ് ആൻഡ് അദ്ദേഹത്തിന്റെ റൈറ്റിലുള്ളതാണ് ശ്രീവാസ് ഠാക്കൂർ. ഇപ്പോൾ നമുക്ക് മഹാപ്രഭുയുടെ ലെഫ്റ്റിലേക്ക് കിടക്കാം. നമ്മൾ കാണുമ്പോൾ, അതായത് മഹാപ്രഭുവിന്റെ റൈറ്റ് ആണ്, നമ്മൾ കാണുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ആണ്. സോ അവിടെയാണ് ആര്? നിത്യാനന്ദ പ്രഭു. ആൻഡ് നിത്യാനന്ദ പ്രഭു നെക്സ്റ്റ് ആണ് ആരാണ്? നിത്യാനന്ദ പ്രഭുടെ അടുത്ത് നിൽക്കുന്നത് പഞ്ചതത്വയിൽ ശ്രീവാസ് പ്രഭുവിന്റെ അടുത്ത് റൈറ്റ് സൈഡില് ശ്രീവാസ് പ്രഭു, പിന്നെ ലെഫ്റ്റ് സൈഡില് പ്രഭുവിന്റെ ലെഫ്റ്റ് സൈഡില് അദ്വൈതാചാര്യ, അതിന്റെ റൈറ്റില് ശ്രീവാസ് പ്രഭു, അദ്വൈതാചാര്യ. സോ നിത്യാനന്ദ പ്രഭു അദ്വൈതാചാര്യ. സോ നിങ്ങളൊക്കെ പറയാം, ഇന്ന് നമുക്ക് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് ചർച്ച ചെയ്യണോ അതോ അദ്വൈതാചാര്യ? നരസിംഹ ഭഗവാനെ കുറിച്ച് ഒരു ഇതായാലോ, കഥ സ്റ്റോറി ആയാലോ, നരസിംഹദേവന്റെ ചില പാസ്റ്റ് ടൈംസ് അതായാലോ. നാളെ നരസിംഹ ജയന്തി ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട്. ഷുവർ. അപ്പോ നമുക്ക് നരസിംഹദേവനെ കുറിച്ച് ചർച്ച ചെയ്യാം നാളെ നരസിംഹ ചതുർദശി. താങ്ക് യു പ്രഭു. നല്ല ഞാൻ രാവിലെ ഐ വാസ് തിങ്കിങ് ഇന്ന ക്ലാസ് നരസിംഹനെ പറ്റി പറയാം. പിന്നെ ഞാൻ വിചാരിച്ചു മേ ബി വേറെ ഒരു ക്ലാസ് ഓൾറെഡി അതിനെ കുറിച്ച് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആചാര്യ തന്നെ പോവാം. പക്ഷെ പ്രഭു എനിക്ക് ചാൻസ് കൊടുത്തു. താങ്ക് യു സോ മച്ച് പ്രഭു. സോ നരസിംഹദേവ്, നമ്മുടെ മായാപൂർ നരസിംഹദേവ് വിഗ്രഹം ആരൊക്കെ കണ്ടിട്ടുണ്ട്? ഫോട്ടോയിലോ നേരിട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടോ? മാതാജി, നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ ഈ വിഗ്രഹം എങ്ങനെ വന്നു ആ കഥ നമുക്ക് കേൾക്കാം. എങ്ങനെ മായാപൂരില് ഇതുപോലെ ഒരു നരസിംഹ വിഗ്രഹം വന്നു? അപ്പോ നമ്മുടെ മായാപൂർ ധാമിലുള്ള വിഗ്രഹം ഒക്കെ ശ്രീല പ്രഭുപാദ് അദ്ദേഹം തീരുമാനിച്ച വിഗ്രഹങ്ങളാണ്. ശ്രീല പ്രഭുപാദ് മായാപൂർ ഈ ലാൻഡ് വാങ്ങി ഇത് സ്റ്റാർട്ട് ചെയ്ത സമയം 1972 ആണ്. പ്രഭുപാദ് ഈ ലോകം വിട്ടുപോയത് 1977. അപ്പോൾ അതുവരെ പ്രഭുപാദ് ഉള്ളപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ഡെയ്റ്റീസ്, പ്രഭുപാദിന്റെ സമയത്ത് ഉണ്ടായിരുന്നത് ചെറിയ രാധാമാധവും ഗൗരംഗ മഹാപ്രഭു വിഗ്രഹം. പക്ഷെ പ്രഭുപാദ് വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ അദ്ദേഹം പറഞ്ഞിരുന്നു, നമ്മുടെ മായാപൂരിൽ രാധാമാധവ് അഷ്ടസഖിന്റെ വലിയ വിഗ്രഹം വേണം, പഞ്ചതത്വന്റെ വലിയ വിഗ്രഹം വേണം. അതിന്റെ സൈസും ഇഞ്ചസും ഹൈറ്റ് വരെ പ്രഭുപാദ് കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു ലെറ്ററിലൊക്കെ. അതായത് കൃഷ്ണർ ഇത്ര പൊക്കം വേണം, രാധാറാണി 5 feet വേണം. അങ്ങനെ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഏതൊക്കെ വിഗ്രഹം എങ്ങനെ വേണം, എവിടെ നിന്ന് കൊണ്ടുവരണം, ജയ്പൂരിനും സൗത്ത് ഇന്ത്യയിലും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഈ നരസിംഹ ഭഗവാന്റെ കാര്യം പ്രഭുപാദ് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോ 1977 ഇത് പ്രഭുപാദ് പോയ ശേഷം 1980s ഇവിടെ
നമ്മുടെ രാധാമാധവ് അമ്പലം ആ ക്യാമ്പസില് കുറെ ഈ ഡെക്കോയിറ്റ്സ് കൊള്ളക്കാരുടെ കൂട്ടം അറ്റാക്ക് ചെയ്തിരുന്നു. അവരൊക്കെ എന്തിനാ അറ്റാക്ക് ചെയ്തത്? അവർ വിചാരിച്ച നമ്മുടെ ആ ചെറിയ രാധാമാധവ് വിഗ്രഹം ഉണ്ടല്ലോ, അത് ഗോൾഡിന്റെ വിഗ്രഹമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അത് അഷ്ടധാതു വിഗ്രഹമാണ്. ഇച്ചിരി ഗോൾഡ് അതിലുണ്ട്, പക്ഷെ അത് ഫുൾ ഗോൾഡ് അല്ല. പക്ഷെ അവർ വിചാരിച്ചു ഇത് ഗോൾഡ് ഡേറ്റിയാണ്. അപ്പോൾ ആ ഗോൾഡ് ഡേറ്റി എടുക്കാനായിട്ട് അവർ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഈ കൊള്ളക്കാരൊക്കെ അവർ കയ്യില് തോക്ക് പിന്നെ ബോംബ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് വെച്ച് അവർ ഡിവോട്ടീസിനെ ഡിസ്റ്റർബ് ചെയ്തായിരുന്നു. ആൻഡ് പിന്നെ ഡിവോട്ടീസും ഇവിടെ ഉള്ള ആ സമയത്തുള്ള പ്രഭുപാദിന്റെ ശിഷ്യന്മാരും ഭക്തന്മാരും ഒക്കെ അവർ ഡേറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരും ഫൈറ്റ് ചെയ്തു. അപ്പൊ ഈ ഫൈറ്റിലൊക്കെ ഇവരുടെ കയ്യിൽ അത്രയ്ക്ക് ആയുധമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര നഷ്ടമുണ്ടായിരുന്നു. ചില ഡിവോട്ടീസ്ക്ക് അവരുടെ കാല് പോയി. സോ അങ്ങനെ ഇങ്ങനെ ഒരു ഡിസ്റ്റർബിങ് സിറ്റുവേഷൻ വന്നപ്പോ ഭക്തന്മാരൊക്കെ ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തു, ഇനി എന്താ നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ നമ്മുടെ ഈ മായാപൂരിൽ തന്നെ യോഗപീഠ് ശ്രീ ചൈതന്യ മഹാപ്രഭുടെ ജന്മസ്ഥലത്തും പണ്ട് ഭക്തിസിദ്ധാന്ത ഠാക്കൂറുടെ സമയത്ത്, അതായത് പ്രഭുപാദിന്റെ ഗുരുവിന്റെ സമയത്ത് ഇതുപോലെ അവിടെ ഒരു അമ്പലം പണിഞ്ഞപ്പോ ഈ ഡെക്കോയിറ്റിന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തത്? സിദ്ധാർത്ഥ ഠാക്കൂർ പറഞ്ഞു, നമുക്കൊരു നരസിംഹ വിഗ്രഹം പ്രതിഷ്ഠിക്കാം. നരസിംഹ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ നരസിംഹദേവ് അദ്ദേഹത്തിന് ഒരു പേരാണ് ഭക്തി വിഘ്ന വിനാശകൻ. അതായത് നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭക്തിയിൽ ഏതെങ്കിലും വിഘ്നങ്ങൾ വന്നാൽ അതിനെ വിനാശനം ചെയ്യുന്ന, അത് നമുക്ക് ശരിപ്പെടുത്തി തരുന്നതാണ് നരസിംഹ ഭഗവാൻ. അതുകൊണ്ട് നമുക്ക് നരസിംഹ വിഗ്രഹം പ്രതിഷ്ഠിക്കാം. അങ്ങനെ അവർ ഒരു നരസിംഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സോ ഇവിടെ മായാപൂരിലുള്ള നമ്മുടെ ഭക്തന്മാരൊക്കെ തീരുമാനിച്ചു, നമുക്കും ഒരു നരസിംഹ വിഗ്രഹം പ്രതിഷ്ഠിക്കാം. അങ്ങനെ അപ്പൊ അങ്ങനെ തീരുമാനിച്ചപ്പോ ഒരു പൂജാരി, ഒരു ബ്രഹ്മചാരി, സീനിയർ ഡിവോട്ടി പ്രഭുപാദിന്റെ ശിഷ്യൻ, അദ്ദേഹം ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോയി. അദ്ദേഹത്തിന് സ്വപ്നത്തിൽ നരസിംഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്പെഷ്യൽ ഫോർം, ഇതുപോലെ കണ്ടിട്ടില്ലാത്ത ഒരു രൂപം. അപ്പോ നെക്സ്റ്റ് ഡേ മീറ്റിംഗില് ആ ഭക്തൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു നരസിംഹദേവ് രൂപം കണ്ടിട്ടുണ്ട്, ഞാനത് പറയാം, നിങ്ങൾ അത് വരിക്കണം, അത് ഡ്രോ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ അവര് ആ രൂപം ഡ്രോ ചെയ്തു. അപ്പോ പിന്നെ അവരെന്ത് തീരുമാനിച്ചു, നമുക്ക് എവിടെയെന്ന് നമുക്ക് ഡേറ്റി ഉണ്ടാക്കാം. അവർ തീരുമാനിച്ചു നരസിംഹ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ് പ്ലേസ് എന്താണ്? സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ നമുക്ക് സ്വാമിമലൈ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കുംഭകോണത്തിൽ നമുക്ക് അവിടെയാണ് ഈ കൽ വിഗ്രഹങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന സ്ഥലം. അവിടെ നമുക്ക് കരുങ്കൽ കൊണ്ട് നരസിംഹ വിഗ്രഹം ഉണ്ടാക്കാം. ഇത്ര അവർ എല്ലാവർക്കും ഒരു ധാരണ, ഒരു ഇത്ര ഹൈറ്റ് ഉള്ള ഒരു വിഗ്രഹം നമുക്ക് അവിടെ പോയി ചോദിച്ചു ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ അവർ ഇവരുടെ മായാപൂരിലുള്ള ഒരു ഭക്തൻ, അദ്ദേഹം ആത്മതത്വപ്രഭു എന്നാണ് പേര്. ഈ ആത്മതത്വപ്രഭു തമിഴാണ്. അപ്പൊ അവരെ ചൂസ് ചെയ്തു, പ്രഭുപാദൻ ശിഷ്യനാണ്. അവരെ ചൂസ് ചെയ്ത്, നീ തമിഴാളെ, അപ്പൊ യു ക്യാൻ ഗോ ആൻഡ് നൈസ്ലി, നന്നായിട്ട് ആ വിഗ്രഹം നമുക്ക് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് ഈ ആത്മതത്വപ്രഭുവിന് പറഞ്ഞു കേട്ടു, കയ്യിൽ എന്തൊക്കെ ഉണ്ട്? കുറച്ച് കാശും പിന്നെ ഈ ഭക്തൻ ഒരു ബ്രഹ്മചാരി സ്വപ്നത്തിൽ ഒരു നരസിംഹ ഫോം കണ്ടല്ലോ, നരസിംഹന്റെ ഒരു രൂപം, ആ രൂപമിനെ ഡ്രോ ചെയ്ത് ഈ രൂപം വേണമെന്ന് എല്ലാവരും തീരുമാനിച്ചു പോയി. ആ രൂപത്തിന്റെ പ്രത്യേകത എന്താ? അതായത് അതിൽ നരസിംഹദേവ് നിന്നു സ്റ്റാൻഡിങ് പൊസിഷൻ ആണ്. സ്റ്റാൻഡിങ്ങും ജമ്പ് ചെയ്യാൻ റെഡിയാണ്. അതായത് ആ സ്തംഭം പൊട്ടിച്ചിട്ട് നരസിംഹ ഭഗവാൻ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടി ആ സ്തംഭത്തിന്റെ സ്ഥലത്തിന് ജമ്പ് ചെയ്യാനുള്ള ഒരു രൂപമാണ്. ആ രൂപമാണ് ഈ സ്വപ്നത്തിൽ കണ്ടത്. അതില് നരസിംഹ ഭഗവാന് ആ 8 എല്ലാ അസ്ത്രങ്ങളും വെച്ച് റെഡിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപം വരച്ചോണ്ട് പോയി. പിന്നെ എല്ലാ സൗത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും അദ്ദേഹം നോക്കി ഈ സ്വാമി മലയിലാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥപതി എന്ന് തീരുമാനിച്ച് അവിടെ ഒരു സ്ഥപതിയുടെ അടുത്ത് പോയി.
ആ സ്ഥപ്പത്തിനടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇങ്ങനെ മായാപൂരിൽ നിന്ന് വരാണ്, വെസ്റ്റ് ബംഗാളിൽ ഒരു ഗ്രാമമാണ്, അവിടെ ഞങ്ങൾക്ക് നരസിംഹമൂർത്തി വേണം. ആ സ്ഥപ്പത്തി പറഞ്ഞു ഓ ശരി നമുക്ക് ചെയ്യാം. അപ്പൊ സ്ഥപ്പത്തി പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് നരസിംഹ വിഗ്രഹം ഉണ്ടാക്കാൻ കഴിയില്ല. ശില്പശാസ്ത്രത്തിൽ ചില രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നരസിംഹ വിഗ്രഹം ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ രൂപമാണ്. നമുക്ക് മനസ്സിൽ തോന്നിയ ഏതോ ഒരു ഡ്രോയിങ് വെച്ചിട്ട് നമുക്ക് ഒരു ഡേറ്റ് ചെയ്യാൻ പാടില്ല. ശാസ്ത്രം അനുസരിച്ച് ചില രൂപങ്ങളുണ്ട്, അത് തന്നെ നമുക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ശില്പശാസ്ത്രം നോക്കിയിട്ട് ഞാൻ നരസിംഹന്റെ ഡിഫറെന്റ് രൂപം ഞാൻ വായിച്ച് കാണിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം തീരുമാനിച്ച ഒരു രൂപം, അദ്ദേഹം എല്ലാ രൂപവും വായിക്കാൻ തുടങ്ങി. എല്ലാ രൂപം വായിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് ഇത് സ്ഥാനു നരസിംഹ, ഇത് ശാന്ത നരസിംഹ, ഇത് ലക്ഷ്മി നരസിംഹ, ഇങ്ങനെ നരസിംഹന്റെ രൂപം ഉണ്ടാവും, ഇങ്ങനെ ലക്ഷ്മി മടിയിൽ ഉണ്ടാവും, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നേത്രങ്ങൾ, ഇതൊക്കെ പറയുമ്പോ ഒരു രൂപം അദ്ദേഹം വർണ്ണിക്കാൻ തുടങ്ങി. അത് ഈ ബ്രഹ്മചാരിയുടെ സ്വപ്നത്തിൽ വന്ന ആ സെയിം രൂപം. ബ്രഹ്മചാരിയുടെ സ്വപ്നത്തിൽ ഏതോ രൂപം വന്നു, അത് ശാസ്ത്രത്തിലും ആ രൂപം തന്നെ ഉണ്ട്. അപ്പൊ അത് വായിക്കുമ്പോ ഈ ആത്മതത്വ പ്രപഞ്ചം ഇത് തന്നെ ഈ രൂപം തന്നെ ഞങ്ങൾക്ക് വേണം. ഈ നിങ്ങൾ ഇപ്പൊ വായിച്ചില്ലേ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, ഈ രൂപമാണ് ഞങ്ങൾക്ക് വേണം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ സ്ഥപതി പറഞ്ഞു ഈ രൂപമാണോ, അപ്പൊ സോറി ഞാൻ ഈ രൂപം ചെയ്തു തരില്ല. അപ്പൊ എന്താ ഇങ്ങനെ നിങ്ങൾ പറയേണ്ടത് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ഭഗവാൻ നരസിംഹന്റെ ഏറ്റവും ഉഗ്ര രൂപമാണ്. ഭഗവാന്റെ കുറെ കാറ്റഗറീസ് ഉണ്ട്. നരസിംഹ ഭഗവാൻ ശാന്ത നരസിംഹൻ ഉണ്ട്, സ്ഥാനു നരസിംഹം ഉണ്ട്, ഉഗ്ര നരസിംഹം ഉണ്ട്. അപ്പൊ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഈ രൂപമാണ് ഈ ഉഗ്ര നരസിംഹത്തിൽ ഏറ്റവും ഉഗ്ര നരസിംഹ രൂപം. വളരെ ക്രോധിതമായ ഒരു വിഗ്രഹം. ഈ വിഗ്രഹം ഞാൻ ചെയ്ത് കൊടുത്ത് നിങ്ങൾ അതിന്റെ സേവ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും അഴിഞ്ഞു പോവും, എന്റെ കുടുംബവും നഷ്ടമായി പോവും. അപ്പൊ നരസിംഹത്തെ ഇത് വളരെ റിസ്കിയായൊരു ഫോമാണ്. ഈ കലിയുഗത്തിൽ ഇപ്പോഴൊക്കെ ഇതുപോലൊരു ഉഗ്ര രൂപം എവിടെയും വെക്കുന്നില്ല. എല്ലാ സ്ഥലത്തും മോസ്റ്റ്ലി ശാന്ത സ്വരൂപമാണ് പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ ഈ വിഗ്രഹം ഞാൻ ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിവോട്ടിക്ക് വളരെ ദുഃഖമായി പോയി. പിന്നെ അദ്ദേഹം തിരിച്ച് ചോദിച്ചു. പക്ഷെ ആ സ്ഥപതി പറഞ്ഞു നോ വേ, ഞാൻ ഇത് ചെയ്തു തരില്ല. ഇത് എന്റെ ഗുരു മഹാരാജ് ശങ്കരാചാര്യരുടെ സ്ട്രിക്റ്റ് ഓർഡർ ആണ്, ഇതുപോലെ ഒരു ഉഗ്രമൂർത്തി ചെയ്തു തരരുത്. അപ്പോ ഈ ഡിവോട്ടി മായാപൂരിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇനി എന്താ ചെയ്യാ? ഇവിടെ ഉള്ള ഭക്തന്മാർ പറയുന്നത് ഈ രൂപം തന്നെ വേണം, ബിക്കോസ് ആ ഭക്തന്റെ സ്വപ്നത്തിൽ വന്നതാണല്ലേ. ഉമേഷ്ലോക അപ്പോ പിന്നെ മായാപൂരിലൊക്കെ ഇവരുണ്ടെന്ന് ഇവർ വേറേതോ സ്ഥപതിയൊക്കെ നോക്കാൻ തുടങ്ങി, വേറെ ആരെങ്കിലും ഈ വിഗ്രഹം ചെയ്ത് തരുമെന്ന്. പെട്ടെന്ന് ഒരു ദിവസം മായാപൂരിൽ ഒരു കത്ത് വന്നു. ഈ പഴയ സ്ഥപതി തന്നെ ഒരു ലെറ്റർ എഴുതി, ഇതുപോലെ നിങ്ങളുടെ വിഗ്രഹം ഞാൻ ചെയ്യാം. പെട്ടെന്ന് ഈ പ്രഭു മായാപൂരിന് അവിടെ പോയിട്ട് ആ സ്ഥപതിയോട് ചോദിച്ചു എന്താ പണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ ഗുരു കാഞ്ചിയിലെ ശങ്കരാചാര്യർ അദ്ദേഹം എന്നോട് പറഞ്ഞു മായാപൂർക്ക് വേണ്ടി ആണെങ്കിൽ നിനക്ക് ഈ വിഗ്രഹം ചെയ്യാം. അതെന്താ അങ്ങനെ? ഇപ്പൊ മായാപൂരിൽ ഓരോരോ ധാം ഓരോരോ സ്ഥലത്തും അതേമല്ല ഓരോരോ സ്ഥലത്തുക്കും ഒരു പ്രധാന ഒരു ഭഗവാനുണ്ട്, ആ ധാമിന്റെ ഭഗവാൻ. ഇപ്പൊ പൂരിയിൽ പോയാൽ അവിടുത്തെ ഭഗവാനാണ് ജഗന്നാഥർ. അതുപോലെ തിരുപ്പതി പോയാൽ അവിടെ ഭഗവാനാണ് നമ്മുടെ പെരുമാൾ ബാലാജി. അപ്പോ ആ ക്ഷേത്രത്തിൽ അകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഭഗവാന്റെ ഒരു രൂപം ഈ
അവിടെ ഉള്ള ആ പ്രധാന ഭഗവാന്റെ മൂടാണ് അവർ എടുക്കുന്നത്. ഇപ്പൊ ബാലാജി ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൂരിയിൽ നമ്മൾ ഒരു നരസിംഹ വിഗ്രഹമോ അതോ ഒരു വരാഹദ വിഗ്രഹമോ അതോ രാധാകൃഷ്ണ വിഗ്രഹം സ്ഥാപിക്കുകയാണെങ്കിൽ അവരൊക്കെ ജഗന്നാഥിന്റെ ഭാവമാണ് ഏൽക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മായാപൂരിലുള്ള പ്രധാന വിഗ്രഹം പ്രധാന ഭഗവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോ ഈ ക്ഷേത്രത്തിൽ ഉള്ള വരുന്ന ഏത് ഭഗവാന്റെ രൂപവും നരസിംഹരോ വരാഹരോ വാമന രാധാകൃഷ്ണ ആണെങ്കിലും അവരൊക്കെ ചൈതന്യ മഹാപ്രഭുയുടെ ഭാവത്തിന് അനുസരിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുയുടെ ഭാവം എന്താണ്? വളരെ ദയാളു, മഹാവദന്യ, വളരെ മെർസിഫുൾ ആയിട്ടുള്ള ഒരു ഭാവമാണ് അദ്ദേഹം. അപ്പോ ഇവിടെ വരുന്ന നരസിംഹ ഭഗവാനും ആ ഭാവം അനുസരിച്ച് ഭക്തന്മാർ പ്രതി വളരെ മെർസിഫുൾ ആയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ചെറിയ അപരാധമോ പൂജയൊക്കെ ശരിയായിട്ട് ചെയ്തില്ലെങ്കിലും അദ്ദേഹം അത് ക്ഷമിച്ചു കളയും. അതുകൊണ്ട് എന്റെ ശങ്കരാചാര്യന്റെ ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വിഗ്രഹം ചെയ്തു തരാം. അപ്പൊ അങ്ങനെ ആ സ്ഥപതി അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹം ചെയ്തതാണ് ഈ വിഗ്രഹം. ഈ വിഗ്രഹം ചെയ്യാൻ ഏതാണ്ട് ഒരു 2-3 വർഷം ആയി. വിഗ്രഹം മായാപൂരിൽ ഈ 2-3 വർഷം ഇടയ്ക്ക്, അതായത് ഈ ആത്മതത്വ പ്രഭു കുറെ പ്രാവശ്യം മായാപൂർ കുംഭകോണം പോയിട്ട് വന്നു. എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഡിവോട്ടീസ്ക്കൊക്കെ നരസിംഹത്തെ പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അവിടെ ആണെങ്കിൽ ആ സ്ഥപതി പതുക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആദ്യം ഒരു കല്ല് കണ്ടുപിടിക്കാനായിട്ട് കുറെ നാളെടുത്തു, ഒരു 6 മാസം 7 മാസം വെറും ഒരു കല്ല് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോ ഈ പ്രഭു പറഞ്ഞത്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ സൗത്ത് ഇന്ത്യ മുഴുവതും കരുങ്കൽ ഇത്ര ഉണ്ട്, അതെന്താ നിങ്ങൾ ഇത്ര ടൈം എടുക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു വിഗ്രഹം ചെയ്യാൻ അത്ര എളുപ്പ പണിയൊന്നും അല്ല. ഒരു വിഗ്രഹം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കല്ല് പോരാ, അതിനൊക്കെ ചില ഇതൊക്കെ ഉണ്ട്, ഒരു സ്പെഷ്യൽ സ്റ്റോൺ ഒക്കെ ഉണ്ട്. ആ സ്റ്റോണാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കുറെ കരുങ്കൽ ഉണ്ടാവും, പക്ഷേ ഭഗവാനിന്റെ രൂപം, ഭഗവാന് ഒരു കല്ലിൽ നമ്മൾ ആവാഹനം ചെയ്ത് നമ്മൾ ഭഗവാനെ ആ കല്ലിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ആ കല്ലിന് ചില പ്രത്യേക ക്വാളിറ്റീസ് ഉണ്ട്. അത് ചില നേരത്ത് തട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ശബ്ദം ഉണ്ടാക്കണം. അതിൽ ഒരു സ്പെഷ്യൽ ഒരു വണ്ടുണ്ട്, ഒരു ബി. ആ വണ്ട് നമ്മൾ ആ കല്ലില് ഇട്ടാലേ ആ വണ്ട് ആ കല്ലിന് ഹോല് ഇടും. ആ ഹോൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഹോലിന് നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ സൗണ്ട് കിട്ടണം. ഇതുപോലെ കുറെ ശില്പശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൊരുന്തിയ ഒരു കല്ല് എനിക്ക് വേണം ആദ്യം. ശരി, എന്നിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് ഒരു കല്ല് കിട്ടി. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഓക്കെ കല്ല് കിട്ടി, ഇനി എത്ര നാൾ വേണം? അപ്പൊ പറഞ്ഞു, ഇനി ഒരു 6 മാസം. ശരി. 6 മാസം കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ആ കല്ലില് വെറും ഒരു സ്കെച്ച് മാത്രം ചെയ്തിട്ടുണ്ട്, ആ കല്ലിനെ തൊട്ടിട്ട് പോലും ഇല്ല. പിന്നെ ഈ പ്രഭുവിന് ദേഷ്യം വന്നു, എന്താ എത്ര സമയം? അപ്പൊ ആ സ്ഥപതി പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് ഭഗവാൻ നരസിംഹന്റെ ഉഗ്രസ്വരൂപമാണ്, അപ്പൊ എനിക്ക് സമയം വേണം. ഞാൻ ഒരു സമയം പറയും, എനിക്ക് അതിന്റെ ഇടയ്ക്ക് ചെയ്തു കൊടുക്കാൻ വരില്ല, പക്ഷെ ഞാൻ അത് ചെയ്തു തരും. നിങ്ങൾക്ക് ഒരു നല്ല വിഗ്രഹം ഞാൻ തരാം, പക്ഷെ എനിക്ക് സമയം വേണം. ഈ വിഗ്രഹം ഞാൻ ചെയ്തിട്ട് ആ വിഗ്രഹം വരില്ല, നരസിംഹദേവ് തന്നെ ഹി ഹാസ് ടു കം. അപ്പൊ അങ്ങനെ ഒരു 3 വർഷത്തിന് ശേഷം ഒരു സുന്ദരമായ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പൊരുന്തിയ ഒരു സൂപ്പർ വിഗ്രഹം അദ്ദേഹം ചെയ്തു കൊടുത്തു. ഈ സ്ഥപതി എന്താ ചെയ്തത്? നരസിംഹദേവ് വിഗ്രഹം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലി പറഞ്ഞു, വേറെ ഏതോ ഒരു ഡേറ്റിയും ചെയ്തിട്ടില്ലായിരുന്നു, ഈ ഡേറ്റി മാത്രം ഫുൾ കോൺസെൻട്രേഷൻ ആൻഡ് മോർ ദൻ ഹാഫ് ദ ടൈം അദ്ദേഹം എപ്പോഴും ആ വിഗ്രഹം ചെയ്തത് വീടിന്റെ അടുത്ത് ഒരു ചെറിയ ഒരു കുടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹം ഇൻഫാക്ട് ഈ സ്ഥപതി മോർ ദാൻ 1 ഇയർ ആ കുടിൽ തന്നെ താമസിച്ചു, വീട്ടിൽ പോലും വന്നിട്ടില്ലായിരുന്നു. എവറിഡേ വളരെ കെയർഫുൾ ആയിട്ട് ഈ ഡേറ്റി ചെയ്തിരുന്നു.
അപ്പൊ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് വീട്ടിൽ പോലും പോകാതെ എപ്പോഴും ഈ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥപതി വിഗ്രഹം ചെയ്ത ശേഷം എന്ത് ചെയ്തു? ഇസ്കോൺക്ക് അദ്ദേഹം അറിയിച്ചിട്ടില്ലായിരുന്നു വിഗ്രഹം റെഡിയാണ് വന്ന് എടുത്തോണ്ട് പോയിക്കോളൂ, അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം വിചാരിച്ചു നമുക്കൊരു ചെറിയ വെക്കേഷൻ പോയിട്ട് വരാം, ഒരു ചെറിയ ടൂറ്. ഇത്ര ദിവസം വർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, നമുക്കൊരു ബ്രേക്ക് എടുത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് വരാം. അപ്പൊ അങ്ങനെ അവരുടെ ഫാമിലി പിക്നിക് പോയിരുന്നു. അപ്പൊ പിക്നിക് പോയിട്ട് വന്ന ആ സ്ഥപതി എന്താ കണ്ടത്? അദ്ദേഹത്തിന് ആ കുടിൽ മൊത്തമും ബേൺ ആയി പോയി, ഫയർ കൊണ്ട് അത് ഭസ്മമായി പോയി. ആൻഡ് അവിടത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾ പോയില്ലേ, അപ്പോ ഈ വിഗ്രഹത്തിന്റെ അകത്തിന് എന്തോ ഒരു ജ്വാല പോലെ വന്ന് ഈ ഫുള്ളും ബേൺ ആയി പോയി, പക്ഷെ നിങ്ങളുടെ ആ വിഗ്രഹത്തിന് ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ആ സ്ഥപതിക്ക് മനസ്സിലായി ഈ നരസിംഹ ഭഗവാനെ മായാപൂർ പോവാൻ അദ്ദേഹത്തിന് ആഗ്രഹം വന്നിട്ടുണ്ട്. എന്താ എന്നെ റെഡിയാക്കിയിട്ട് നീ എന്താ പോയി കളഞ്ഞത്? അതുകൊണ്ട് ഉടനെ അദ്ദേഹം മായാപൂരിൽ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ നരസിംഹദേവന് മായാപൂരിൽ പോകണം, അദ്ദേഹം ഇവിടെ എല്ലാ ഭസ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേഗം വന്ന് നരസിംഹദേവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അപ്പൊ ഈ പ്രഭു വന്നിട്ട് അദ്ദേഹം ഒരു ലോറിയിൽ ഫുള്ള് മണ്ണ് നിരപ്പി ആ ലോറിയിൽ ഈ ഡേറ്റീനെ കിടത്തി പ്രഹ്ലാദനെയും കിടത്തി കൊണ്ടുപോയി. അപ്പോ ഇതുപോലെ ഒരു വലിയ ലോറി ഫ്രം ചെന്നൈ, ഫ്രം കുംഭകോണം ടു മായാപൂർ വരാണെങ്കിൽ എത്ര ചെക്ക് പോസ്റ്റ് പോകണം? എല്ലാ ചെക്ക് പോസ്റ്റിലും അവർ കുറെ ചോദിക്കും, എന്തിനാ, എന്താ കൊണ്ടുപോകുന്നത്, എന്തുകൊണ്ട്? അവർക്ക് കുറെ സംശയമൊക്കെ ഉണ്ടാവും, ആ മണ്ണിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോ ഇത് പറഞ്ഞിട്ട് പിന്നെ ആ ഓഫീഷ്യൽസിനൊക്കെ എന്തെങ്കിലും കാശ് തരണം, കുറെ ഇഷ്യൂസ് ഉണ്ട് ഓരോരോ ചെക്ക് പോസ്റ്റും പോകുമ്പോ. പക്ഷെ നമ്മുടെ നരസിംഹർ വരുമ്പോ ആ സെക്യൂരിറ്റി ഒക്കെ ഈ ട്രക്കിന്റെ മുകളിൽ കയറി പരിശോധിക്കും എന്താ കൊണ്ടുപോകുന്നതെന്ന്. അപ്പൊ അതിൽ അവർ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഓപ്പൺ ചെയ്ത് നരസിംഹ വിഗ്രഹം കാണുമ്പോ ഉടനെ അവർ പറയും, ആ പോയിക്കോട്ടെ പോയിക്കോട്ടെ. അങ്ങനെ ഏതൊരു സ്ഥലത്തും വലിയ ഒരു ഡിലേ ഇല്ലാതെ, ഏതൊരു ചെക്ക് പോസ്റ്റിലും വളരെ പ്രോബ്ലം ഇല്ലാതെ നമ്മുടെ നരസിംഹദേവ് പെട്ടെന്ന് വന്നു. ഏത് ചെക്ക് പോസ്റ്റിലാണെങ്കിലും അവർ നമ്മുടെ നരസിംഹ വിഗ്രഹം കണ്ടാ മതി, ഉടനെ അവർ ഒക്കെ പോയിക്കോളാൻ പറഞ്ഞു, ഏതൊരു ഇഷ്യൂ ഉണ്ടാക്കാതെ. അപ്പൊ അങ്ങനെ നമ്മുടെ നരസിംഹ ഭഗവാൻ മായാപൂർ എത്തി. ഇതിൽ ഏതാ വിശേഷം എന്ന് വെച്ചാൽ, ജനറലി ഈ ശില്പശാസ്ത്രത്തിലൊക്കെ ഏതെങ്കിലും ഒരു വിഗ്രഹം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വിഗ്രഹം ചെയ്തിട്ട് അതിന്റെ പ്രാണപ്രതിഷ്ഠ എന്നൊരു വിഷയം ചെയ്യും. അതായത് ആ വിഗ്രഹം ആദ്യം ആ വിഗ്രഹം ഇരിക്കുന്ന സമയത്ത് അതില് ഭഗവാൻ വരുന്നില്ല, അത് മാത്രം ഒരു വിഗ്രഹമാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ അതില് ഭഗവാനെ ആവാഹിച്ച് അതില് ഭഗവാനെ വെൽക്കം ചെയ്യും. അപ്പോഴാണ് അതിന്റെ അകത്ത് ഭഗവാൻ വരുന്നത്. ആ ഒരു സംസ്കാര അതിനെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയും. അപ്പൊ നമ്മുടെ നരസിംഹർക്ക് പ്രാണപ്രതിഷ്ഠ മായാപൂർ വന്നിട്ടാണ് ചെയ്തത്. പക്ഷേ ആ വിഗ്രഹത്തിന്റെ അകത്ത് ഭഗവാൻ വന്നിട്ട് എന്തൊക്കെ ലീലകളൊക്കെ ചെയ്യുമോ ആ ലീലകളൊക്കെ ഭഗവാൻ നമ്മുടെ ആ പ്രാണപ്രതിഷ്ഠ സംസ്കാരത്തിന്റെ മുൻപ് തന്നെ തുടങ്ങി. സ്ഥപതിന്റെ കുടിലില് ഭസ്മമായതും പിന്നെ ഇതുപോലെ ചെക്ക് പോസ്റ്റില് എല്ലാം സ്റ്റോപ്പ് ചെയ്യാതെ വന്നതും, അതായത് നമ്മുടെ നരസിംഹർ ആ വിഗ്രഹത്തിൽ ഓൾറെഡി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ഓൾറെഡി മായാപൂർ ധാമിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മുടെ നരസിംഹർ വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ജൂൺ മാസമാണ് വിഗ്രഹ പ്രതിഷ്ഠ ചെയ്തത്. 1986 ജൂൺ മാസം 2 ദിവസം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. നേത്ര നിലനമും എല്ലാം ചെയ്ത് ആ സ്ഥപതിന്റെ ഫാമിലി ഫുൾ വന്നിരുന്നു. അവരൊക്കെ വന്നിട്ട് ഇവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ നരസിംഹദേവ് ഭഗവാൻ ഇവിടെ നമ്മുടെ മായാപൂർ ധാമിന്റെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. കുറെ ലീലകൾ ചെയ്തിട്ടുണ്ട് നരസിംഹദേവ് ഭഗവാൻ. എത്രയോ പേർ ഓൾ ഓവർ ദ വേൾഡ്, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നരസിംഹദേവന്റെ പൂജയോ നരസിംഹദേവോട് പ്രാർത്ഥിക്കും. ആ സംഭവം അവരുടെ ആ പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് ശരിയാവും. അങ്ങനെ ഈ ഒരു
വെസ്റ്റില് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ചെറിയ പെൺകുട്ടി, ഒരു 3-4 ഇയർ ഓൾഡ് ഗേൾ. അപ്പൊ ഈ 3 പേരും അവർ ഒരു ഹൈവേയില് അവർ എവിടെയോ പോവായിരുന്നു. അവരുടെ കാർ സ്റ്റോപ്പ് ചെയ്ത് അവർ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരും 2-3 ഫാമിലിയും ചേർന്നിട്ട് ഒരു ട്രിപ്പിനെ പോലെ പോവായിരുന്നു. അപ്പൊ അവരൊക്കെ സംസാരിക്കുമ്പോ അവർ ശ്രദ്ധിച്ചില്ല, ഈ ചെറിയ പെൺകുട്ടി അവൾ ആ ഹൈവേ ക്രോസ് ചെയ്യാൻ അവൾ ഏതോ ഒരു ബോൾ വെച്ച് കളിക്കായിരുന്നു. ആ ബോള് റോഡിന്റെ അപ്പുറത്ത് പോയി വീണു. അപ്പൊ ആ ബോൾ എടുക്കാനായിട്ട് ഈ പെൺകുട്ടി തനിച്ച് തന്നെ ഹൈവേ ക്രോസ് ചെയ്തു. അപ്പോ ഹൈവേയിൽ ഒരു വലിയ ട്രക്ക് വന്നിരുന്നു. അത് ഈ പെൺകുട്ടീനെ ഹിറ്റ് ചെയ്ത് ഓടിപ്പോയി. അപ്പോ ജസ്റ്റ് സ്മോൾ 3-4 ഇയർ ഓൾഡ് ഗേൾ, അവൾക്ക് അത്രയും വലിയൊരു ട്രക്ക് ഹിറ്റ് ചെയ്ത് അവൾ പറന്ന് എവിടെയോ വളരെ ദൂരെ പോയി വീണു. അപ്പൊ ഇവരൊക്കെ അത് കണ്ടപ്പോ എല്ലാവർക്കും ഷോക്കായി. അയ്യോ, നമ്മുടെ മോൾ ഇത്ര വലിയ ഒരു ട്രക്ക്, അത് ഇത്ര വലിയ ഒരു ഹിറ്റ് ചെയ്ത ആ പെൺകുട്ടിയെ എന്തായി കാണും? മേ ബി അവൾ മരിച്ചിട്ടുണ്ടാവും, അതോ അതായത് ബോഡി തന്നെ തെറിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവരൊക്കെ പേടിച്ച് അവർ ഓടിപ്പോയി. അവിടെ പോയി ദൂരൊക്കെ പോയി കണ്ടാൽ ആ പെൺകുട്ടി എണീറ്റ് നടന്നു വരുന്നുണ്ട്. ആൻഡ് ഒരു പോറൽ പോലും, നത്തിങ്, ദർ ഇസ് നോ ഇഷ്യൂ ഓൺ ഹെർ ബോഡി. ഏകദം പക്ക. ഇത് എങ്ങനെ അവൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ നീറ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഇമ്മീഡിയറ്റ്ലി അവളുടെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ഫുൾ ചെക്കപ്പ് ചെയ്തു, ഏതൊരു പ്രശ്നവും ഇല്ല. അപ്പോ പിന്നെ അപ്പോ ഈ പെൺകുട്ടി അവളുടെ അമ്മയോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലില്, അമ്മ നീ ഒന്ന് പറയണം നരസിംഹ ഭഗവാനോട്, നരസിംഹ ഭഗവാന്റെ നെയിൽസ് കട്ട് ചെയ്യണം. അപ്പൊ ഈ അമ്മ പറഞ്ഞ എന്താ നീ പറയുന്നത്? അപ്പൊ പറഞ്ഞു, ഈ ട്രക്ക് വരുമ്പോ എനിക്ക് പേടി തോന്നി. അപ്പൊ ഞാൻ നരസിംഹ എന്നെ മാത്രം വിളിച്ചു. അപ്പൊ നരസിംഹ ഭഗവാൻ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് ആ ഒരു സ്ഥലത്ത് കൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അദ്ദേഹം കൈ കൊണ്ട് എന്നെ പൊക്കിയില്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലെ നഖം വല്ലാത്ത വലുതാണ്. അപ്പൊ എനിക്ക് വേദന തോന്നി. അത് ഇറ്റ് വാസ് എന്റെ ദേഹത്തിൽ അത് ഇറ്റ് വാസ് പിഞ്ചിങ് മീ. അതുകൊണ്ട് എനിക്ക് വേദന തോന്നി. അതുകൊണ്ട് തന്നെ പറയുന്നത്, നരസിംഹദേവ്ക്ക് ഒരു നെയിൽ ക്ലിപ്പിംഗ് ചെയ്തു തരണം. അങ്ങനെ ഈ പെൺകുട്ടി പറഞ്ഞു. അപ്പൊ അവളുടെ അമ്മ വിചാരിച്ച് ഈ കുട്ടി എന്തോ പറയുന്നുണ്ട്. അപ്പോ ആ കുട്ടിയുടെ ഷോൾഡറിൽ നോക്കിയാൽ അവർ നരസിംഹദേവന്റെ നഖത്തിന്റെ ആ ഒരു ഇംപ്രഷൻ കണ്ടു. അപ്പോ അവർക്ക് മനസ്സിലായി നരസിംഹദേവാണ് ഈ കുട്ടിയെ രക്ഷിച്ചത്. അപ്പൊ ഇങ്ങനെ നരസിംഹ ഭഗവാൻ കുറെ ലീലകളൊക്കെ ഇന്നും ചെയ്യുന്നുണ്ട്. ഹരിബോൾ. എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് ബ്രോ, പറ്റുന്നുണ്ട്. ഉണ്ട് ബ്രോ, ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കഥയിലുള്ള നരസിംഹമൂർത്തിയുടെ വിഗ്രഹമാണ് ഈ കാണുന്നത്. ഹരേ കൃഷ്ണ. അപ്പോ മാതാജി നരസിംഹമൂർത്തിയുടെ അവിടെ മായാപുരി ഡാമിൽ നിന്ന് അവിടുത്തെ നരസിംഹ വിഗ്രഹത്തിന്റെ കഥയാണ് പറഞ്ഞത്. സോ മാതാജിയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.